ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഫോർ അവർ യുവിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോർത്തിൻ്റെ ബർത്ത്ഡേക്ക് 2 ദിവസം മുമ്പുള്ള കാര്യമാണ് കാണിക്കുന്നത്. നോർത്ത് ഇപ്പോൾ ജോഹാൻ്റെ അപ്പാർട്ട്മെൻറ്റിലല്ല ഉള്ളത്, അവനിപ്പോൾ അവൻ്റെ വീട്ടിൽ വന്നേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ റൂമിൽ ഇരുന്നിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ജോഹാൻ അവന് വല്ല മെസ്സേജൊക്കെ അയക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പിന്നീട് ഒത്തിരി ടൈം പോകുന്നുണ്ട്. നോർത്തിൻ്റെ ബർത്ത്ഡേക്ക് 1 ദിവസം മാത്രം ബാക്കി വരുന്ന സമയമാവാണ്. അന്ന് അവൻ വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോണൊക്കെ കളിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് നൈറ്റ് ടൈം ആവുന്നുണ്ട്, അവൻ്റെ ബർത്ത്ഡേ ആവാറായി വരുന്നുണ്ട്. ആ സമയം ജോഹാൻ അവനൊന്ന് കോൾ പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവന് കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കവും വരുന്നില്ല. അതേ ടൈമിന് അവൻ്റെ ബർത്ത്ഡേ ആവുന്നുണ്ട്. അവൻ സെറ്റ് ചെയ്ത് ഒരു അലാറവും അടിക്കുന്നുണ്ട്. എന്നിട്ടും ഇതുവരെയായിട്ട് ജോഹാൻ അവനെ കോളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ജോഹാൻ ഒത്തിരി മിസ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ജോഹാൻ്റെ ഒരു ടീഷർട്ട് അതും ഹഗ് ചെയ്തുകൊണ്ട് അവ ഇരിക്കുന്നുണ്ട്. ആ സമയമാണ് ജോഹാൻ അവനെ കോൾ ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കോൾ എടുത്തിട്ട് ഇപ്പോഴാണോ വർക്ക് കഴിഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് ജോഹാൻ. അപ്പോൾ അതേന്ന് പറയുമ്പോഴത്തേക്കും നോർത്ത് നീ വീട്ടിലെത്തിയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ല, ഞാൻ എന്താ ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നോർത്ത് അത്രയ്ക്ക് വർക്ക് ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയാണ്. ആ സമയം ജോഹാൻ അതേന്ന് പറഞ്ഞിട്ട് നോർത്തിന് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനാണോ നിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വിഷ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി എന്നെ നേരത്തെ വിഷ് ചെയ്തായിരുന്നു, പക്ഷേ അവൻ എൻ്റെ ബർത്ത്ഡേ ആവുന്നതിന് മുന്നെയാണ് രാത്രി വിഷ് ചെയ്തത്. അതുകൊണ്ട് അത് ഞാൻ കൂട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് വിഷ് ചെയ്തത് നീ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നോർത്താണെങ്കിൽ ജോഹാനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫായിട്ട് ഡ്രൈവ് ചെയ്തൊക്കെ വേണം പോകാൻ. രാത്രി വണ്ടികളൊക്കെ കുറവാണെന്ന് എഴുതിയിട്ട് സ്പീഡിനൊന്നും ഓട്ടിച്ച് പോയേക്കരുത്. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജോഹാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ വിളിക്കില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നോർത്തിനോട് ഇന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയം നോർത്ത് ഇന്ന് വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത്ര രസമില്ലായിരുന്നു എന്ന് പറയാണ് നോർത്ത്. അപ്പോൾ എങ്കിൽ പിന്നെ ഇന്ന് വർക്കിലുണ്ടായ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ജോഹാൻ. അപ്പോൾ ആദ്യം വേണ്ടാന്ന് പറയുമ്പോഴായാലും നോർത്ത് ഇല്ല, എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറയാണ്. അങ്ങനെ ജോഹാൻ പറയുന്നുണ്ട് ഇന്ന് വർക്ക് അത്ര നന്നായിരുന്നില്ല, കാരണം ടീമിൽ കുറച്ച് ആൾക്കാർ ചേഞ്ചായി. പിന്നെ അങ്ങനെ നടന്ന സംഭവങ്ങളൊന്നും ആരും എന്നോട് പറഞ്ഞില്ല, എല്ലാം മറച്ചു വെച്ചു. അവസാനം പ്രോബ്ലംസ് വരുമ്പോൾ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യേണ്ട സിറ്റുവേഷനാണ് ആയെന്ന് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് ഇപ്പം എല്ലാം സോൾവ് ആയെന്ന് വയ്ക്കുമ്പോൾ ജോഹാൻ ഇതുവരെ ഇല്ലയെന്ന് പറയുന്നുണ്ട്. നോർത്ത് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ വർക്കിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല, പക്ഷേ എന്തൊക്കെയായാലും ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ജോഹാനാണെങ്കിൽ ആ മിസ് ചെയ്യുന്ന മുഖം എനിക്ക് കാണണമെന്ന് പറയാണ്. അങ്ങനെ ഒരു നേരെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമയം ജോഹാനാണെങ്കിൽ അവൻ്റെ ക്യാമറ ഓൺ ചെയ്യുന്നില്ല. അങ്ങനെ നോർത്ത് വെറുതെ പറ്റിക്കല്ലേ, എനിക്ക് നിൻ്റെ മുഖം കാണണം, ക്യാമറ ഓൺ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജോഹാനും അവൻ്റെ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ പരസ്പരം കാണുമ്പോൾ നോർത്ത് പറയാണ്, നീ ഇപ്പോഴും ഇരുന്ന് വർക്ക് ചെയ്യുവാണോ, എങ്കിൽ പിന്നെ ഞാനാണെങ്കിൽ ശല്യം ചെയ്യാതെ മിണ്ടാതിരിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട, നീ സംസാരിച്ചോളാനായിട്ടൊക്കെ പറയുന്നുണ്ട്. ആ സമയം നോർത്ത് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ നിനക്ക് എന്നെ കണ്ടപ്പോൾ എന്താ തോന്നിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം നമ്മൾ ഫസ്റ്റ് ബാറിൽ വെച്ച് മീറ്റ് ചെയ്തപ്പോഴാണോ, ആ സമയം നിന്നെ കണ്ടപ്പോൾ ഒരൊറ്റ അടി തരാനാണ് എനിക്ക് തോന്നിയത്. കാരണം നീ എന്തിനാ അവിടെ ബാറിൽ വെച്ച് അടി ഉണ്ടാക്കി കൊണ്ടിരുന്നത്, നീ കാരണം എനിക്ക് ഡെയിലി നിന്നെക്കുറിച്ച് ഒത്ത് ടെൻഷനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നോർത്താണെങ്കിൽ വെറുതെ ചോദിക്കണ്ടായിരുന്നു എന്നുള്ള രീതി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ജോഹാനോട് പറയാണ്, എൻ്റെ അമ്മ നിന്നെക്കുറിച്ച് അന്വേഷിച്ചു, നീ വീട്ടിലോട്ട് വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു എന്ന് പറയുമ്പോൾ വർക്ക് കഴിയുമ്പോൾ ഞാൻ ഒരു ദിവസം നിൻ്റെ വീട്ടിലോട്ട് വരാമെന്ന് ജോഹാൻ തിരിച്ച് പറയുന്നുണ്ട്. നോർത്തപ്പോൾ എങ്കിൽ വരുന്ന സമയത്ത് നീ നേരത്തെ അറിയിച്ചേക്കണം, എന്നാലേ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജോഹാൻ ശരി എന്നാൽ പിന്നെ അതിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ വർഷത്തെയും പോലെ തന്നെ, സ്പെഷ്യലായിട്ടൊന്നുമില്ല, പാർട്ടിയോ ഒന്നും തന്നെ ഇല്ല. പിന്നെ അമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നു, അമ്മ എനിക്ക് ഷൂ വാങ്ങിച്ചു തന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ജോഹാൻ അപ്പോൾ ഞാൻ നിനക്ക് ഇതിലായിട്ട് ഗിഫ്റ്റൊന്നും തന്നില്ലല്ലോ, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നോർത്ത് ഒന്നും വേണ്ട, നീ എനിക്ക് ഇപ്പം തന്നെ ഒത്തിരി സാധനങ്ങൾ തന്നിട്ടുണ്ടല്ലോ, ഒരൊറ്റ കാര്യം മാത്രം ചെയ്തു തന്നാൽ മതി, എന്നെ ഇഷ്ടമാണെന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. ജോഹാൻ അപ്പോൾ അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്. തിരിച്ച് നോർത്തും ഐ ലവ് യു ടു എന്നൊക്കെ പറയാണ്. അതിനുശേഷം നോർത്തിന് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നാൽ നോർത്താണെങ്കിൽ ഇല്ല, എനിക്ക് നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ജോഹാനാണെങ്കിൽ ഞാൻ പോകുന്നില്ല, കോളിൽ തന്നെ ഇരുന്നോളാം, നീ ഉറങ്ങിക്കോളാനായിട്ട് പറയാണ്. അങ്ങനെ ആ ഒരു വീഡിയോ കോളിൽ ഇരുന്നുകൊണ്ട് തന്നെ നോർത്ത് ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. എന്നാൽ നോർത്ത് ഉറങ്ങുന്നില്ല. ആ സമയം ജോഹാനാണെങ്കിൽ നീ ഉറങ്ങിക്കോ, കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നോർത്താണെങ്കിൽ ഇല്ല, എനിക്ക് എൻ്റെ കൂടെ ഇരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നോർത്ത് അവിടെ കിടന്ന് ഉറങ്ങി പോകുന്നുണ്ട്. പിന്നീട് കുറേ ടൈം കഴിയുമ്പോഴത്തേക്കും നോർത്ത് എഴുന്നേക്കാണ് ഇങ്ങനെ താനെ ഉറക്കത്തിൽ. ആ ടൈമിൽ കറക്റ്റ് ജോഹാനാണെങ്കിൽ അവനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നോർത്ത് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ജോഹാൻ ചോദിക്കുന്നുണ്ട്, നീ ഉറക്കമായിരുന്നില്ലേ എന്നിങ്ങനെ. നോർത്തപ്പോൾ ഞാൻ ഉറക്കമായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ കോൾ വരുന്നത് കണ്ടതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ എങ്കിൽ പിന്നെ ഒന്ന് പുറത്തേക്ക് വരാൻ പറയുന്നുണ്ട്. ആ സമയം നോർത്ത് നീ ഇനി വന്നോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ജെറലിൻ്റെ അവിടെ ചെന്ന് നിന്ന് നോക്കുമ്പോഴത്തേക്കും ജോഹാനാണെങ്കിൽ അവനെ കാണാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോർത്ത് ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ജോഹാൻ നോർത്തിന് വേണ്ടിയിട്ട് ബൊക്കെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നോർത്തിനെ കാണുന്നതും അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവൻ നോർത്തിനെ കിസ് ചെയ്യുകയാണ്. എന്നിട്ട് ജോഹാൻ എന്ന് അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ജോഹാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി വരുന്നുണ്ട്. എന്നിട്ട് അവർ ഒരുമിച്ച് ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. ആ സമയം നോർത്തിൻ്റെ ഫേവറേറ്റ് പാവ അവരുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ജോഹാനാണെങ്കിൽ അതിനേക്ക് ദൂരെ എറിയുന്നുണ്ട്. ആ സമയം നോക്കുമ്പോഴത്തേക്കും നോർത്തിൻ്റെ കയ്യിൽ
ജോഹാൻ്റെ ഒരു ചുമന്ന ടീഷർട്ട് ഇരിക്കുന്ന കണ്ടിട്ട് ജോഹാനാണെങ്കിൽ ഇതെങ്ങനെ നിൻ്റെ കയ്യിലെത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. നോർത്തപ്പോൾ അത് പിന്നെ ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചപ്പോൾ അറിയാണ്ട് കൂടെ കയറി വന്നതാണ് എന്നിങ്ങനെ പറയാണ്. ആ സമയം ജോഹാൻ പക്ഷേ ഇത് എൻ്റെ അലമാരക്കകത്തല്ലേ ഇരുന്നത്, പിന്നെ എങ്ങനെ നിൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ അതിങ്ങനെ വരുമെന്ന് ചോദിക്കുമ്പോൾ നോർത്താണെങ്കിൽ ആ ഓക്കെ സമ്മതിച്ചു, നിന്നെ മിസ് ചെയ്യുമെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടെ എടുത്തുകൊണ്ട് വന്നതാണ്, ഇനി അത് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാൻ നിൽക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും ജോഹാനാണെങ്കിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു പിന്നീട് ഹഗ് ചെയ്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആ സമയം നോർത്തിൻ്റെ ഉറക്കം പോയതുകൊണ്ട് തന്നെ അവൻ ജോഹാൻ ഉറങ്ങുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആദ്യം എഴുന്നേൽക്കുന്നത് നോർത്താണ്. നോർത്ത് നോക്കുമ്പോൾ ജോഹാൻ ഉറക്കമായിരുന്നു, അതുകൊണ്ട് തന്നെ അവനെ എഴുന്നേൽപ്പിക്കണ്ടെന്ന് എഴുതിയിട്ട് നോർത്ത് എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോൾ ജോഹാൻ ഉണർന്നിട്ട് നീ എവിടെ പോകണമെന്ന് ചോദിക്കുകയാണ്. നോർത്ത് അപ്പോൾ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യട്ടെ, പിന്നെ ഒന്ന് ബർത്ത്ഡേ അല്ലേ എൻ്റെ, അതുകൊണ്ടൊന്ന് പോയി പ്രാർത്ഥിക്കുകയൊക്കെ വേണം, അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജോഹാൻ്റെ അടുത്ത് നീ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജോഹാൻ അതേന്ന് പറയുന്നുണ്ട്. അപ്പം നോർത്താണെങ്കിൽ എങ്കിൽ പിന്നെ നീ കുറച്ച് നേരം കൂടെ ഉറങ്ങ്, ഫുഡൊക്കെ പ്രിപ്പയർ ആക്കിയിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോർത്ത് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ്റെ അമ്മ ഓൾറെഡി ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു ലെറ്റർ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ അമ്മ രാവിലെ തന്നെ എന്തൊരാവശ്യത്തിന് പുറത്ത് പോയി. അങ്ങനെ ഫുഡ് റെഡി ആയിരിക്കുന്ന കണ്ടിട്ട് അവൻ പോയി ജോഹാനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും റെഡി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നീട് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നുമുണ്ട്. പ്രാർത്ഥിച്ചിട്ട് നോർത്തിൻ്റെ അച്ഛനെ കാണാനായിട്ട് അവർ രണ്ടുപേരും പോകുന്നുണ്ട്. നോർത്തിൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ജോഹാനെ നോർത്തിൻ്റെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ വേറൊരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ ജോഹാനാണെങ്കിൽ നിൻ്റെ അച്ഛനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നോർത്തപ്പോൾ എൻ്റെ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളായിരുന്നു, അച്ഛനിപ്പോഴും അടുത്ത് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ അച്ഛനെന്ന് പറയുമ്പോൾ ചില സമയം ഭയങ്കര സില്ലിയാണ്. ഒരിക്കൽ അച്ഛൻ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. എന്നാൽ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് വരെ നേരെ സൈക്കിൾ ഓടിച്ച് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഞാനന്ന് നല്ല കുഞ്ഞായിരുന്നു. അച്ഛൻ വന്നിട്ട് അച്ഛനെ 2 പല്ല് പോയി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ അച്ഛൻ അങ്ങനെ കളിയും ചിരിയൊക്കെ ഇട്ട ഉള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നുണ്ട് ജോഹാൻ. അപ്പോൾ ഇപ്പം എനിക്ക് സംശയം തീർന്നു കിട്ടി, ചുമ്മാതല്ല നീ ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നോർത്തിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ നോർത്തിനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ അച്ഛൻ എന്താ പറ്റി, എങ്ങനെയാണ് മരിച്ചത്, പറയുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. ആ സമയം നോർത്ത് ഇല്ല, എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചത്. ആ സമയത്ത് ഞാനാണെങ്കിൽ വിഷമിച്ചിങ്ങനെ ഒത്തിരി ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മരിച്ചവർ മരിച്ചു, അതിൽ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാനും അമ്മയും പരമാവധി വിഷമിക്കാതിരിക്കും, കാരണം ഞങ്ങൾ വിഷമിക്കുന്നതെങ്ങാനും അച്ഛൻ കണ്ട അച്ഛന് സങ്കടമായാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട് ജോഹാൻ. അപ്പോൾ നീ നിൻ്റെ അമ്മയെ നല്ല സ്ട്രോങ് ആണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ജോഹാൻ നോർത്തിൻ്റെ അടുത്ത് നിനക്കിനി എങ്ങോട്ടാണ് പോവേണ്ടത്, ബർത്ത്ഡേ അല്ലേ, എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നോർത്ത് ഫസ്റ്റ് നമുക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം, നീയാണെങ്കിൽ ഇന്നലെ രാത്രി വർക്ക് കഴിഞ്ഞോണ്ടേ എന്നെ കാണാനായിട്ട് ഇനി വന്നില്ലേ വണ്ടി ഓടിച്ച്, നമുക്ക് ആദ്യം പോയി റെസ്റ്റ് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നീട് അവർ കറങ്ങാനായിട്ട് ഇറങ്ങുന്നുണ്ട്. നോർത്തിന് ക്യാമ്പിങ്ങിനൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ ജോഹാൻ പറയുന്നുണ്ട് ക്യാമ്പിങ് നമുക്ക് വർക്കാവുമോ എന്ന്. ആ സമയം നോർത്ത് ട്രൈ ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഹോട്ടലിൽ റൂം എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു സ്ഥലമൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് അവർ ക്യാമ്പിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് നോർത്ത് ജോഹാൻ്റെ അടുത്ത് നീ റെസ്റ്റ് എടുത്തോ, ടെൻ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ജോഹാൻ അവിടെയുള്ള ബെഞ്ച് ഇരുത്തിയിട്ട് നോർത്തെല്ലാം റെഡിയാക്കുന്നുണ്ട്. നൈറ്റ് ആകുമ്പോൾ അവർ രണ്ടുപേരും ഒരു ബ്ലാങ്കറ്റിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഹഗ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയം നോർത്ത് ജോഹാൻ്റെ അടുത്ത് എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ഒത്തിരി താങ്ക്സ്, സത്യം പറഞ്ഞാൽ നീ എന്നെ ഒത്തിരി സ്പെഷ്യലായിട്ടാണ് നോക്കുന്നത്, നല്ലതുപോലെ കെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് സ്വയം തോന്നുന്നുണ്ട് ഞാൻ ശരിക്കും ഒരു സ്പെഷ്യലായിട്ടുള്ള ആളാണെന്ന്. എനിക്ക് ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും അതിൻ്റെ അടുത്ത ജന്മത്തിലെല്ലാം തന്നെ നീ എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞ് പരസ്പരം ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് ഉറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ ജോഹാൻ എഴുന്നേൽക്കുന്നുണ്ട്. ജോഹാനാണെങ്കിൽ ഉണർന്നിട്ട് ചായയൊക്കെ കുടിച്ച ശേഷം ടെൻറ്റിൻ്റെ അകത്ത് കയറിയിട്ട് നോർത്തിനെ എണീപ്പിക്കുകയാണ്. നോർത്ത് അപ്പോൾ എന്തിനാണ് ഇത്ര നേരത്തെ എഴുന്നേറ്റെന്ന് ചോദിക്കുമ്പോൾ ജോഹാനാണെങ്കിൽ അത് പിന്നെ ഇവിടെ വന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് കണ്ടില്ലെങ്കിൽ അത് നഷ്ടമായി പോകത്തില്ലേ എന്ന് പറഞ്ഞിട്ട് നോർത്തിനെ വിളിച്ചുകൊണ്ട് വ്യൂ ഒക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലത്ത് നിന്ന് നിൽക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നോർത്താണെങ്കിൽ ഇത് അടിപൊളിയായിട്ടുണ്ട്, എന്നെ ഇത് കൊണ്ടൊന്ന് കാണിച്ചതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജോഹാൻ അതിൻ്റെ ഇടയിൽ ഒരു മോതിരമൊക്കെ എടുത്തിട്ട് പ്രപ്പോസ് ചെയ്യാൻ കണക്കിന് മുട്ടുകുത്തിരിക്കുകയാണ്. എന്നിട്ട് നോർത്തിനെ വിളിക്കുന്നുണ്ട്. നോർത്ത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ജോഹാൻ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും നോർത്ത് ഞെട്ടുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ നിനക്കൊരു പക്ഷേ ഇത് നേരത്തെ ആയി പോയെന്ന് തോന്നിയിട്ടുണ്ടാവാം, പക്ഷേ എനിക്ക് ഇതൊത്തിരി കാലമായ പോലെയാണ്, കാരണം പണ്ട് തൊട്ടേ സ്കൂൾ ടൈം തൊട്ടേ നിന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇത്രയും കാലം നിന്നെ സ്നേഹിച്ചു, ഇപ്പം നിൻ്റോടെ ഉണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് നിൻ്റോടെ എപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എന്നെ കല്യാണം കഴിക്കാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നോർത്ത് അപ്പം തന്നെ എസ് പറയുന്നുണ്ട്. അവരോട് മോതിരമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവരിപ്പോൾ കല്യാണമല്ല എന്നാലും കല്യാണത്തിൻ്റെ രീതിയിൽ ഒരുങ്ങിയിട്ട് അവരവിടെ വെച്ച് തന്നെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ജോഹാനാണെങ്കിൽ കുറേ മേക്കപ്പുകാരെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോർത്തിനെ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കത്തില്ലെന്നറിയാം, എന്നാലും ഒരു അഡ്വാൻസ്
ഹാപ്പി വിഷസ് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നോർത്തിനെ ഒരുക്കുന്നുണ്ട്. ആ സമയം വേറൊരാൾ വന്നിട്ട് നോർത്തിന് ബൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നോർത്ത് റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജോഹാൻ ഓൾറെഡി റെഡിയായി നിൽക്കുമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. സത്യം പറയാൻ കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ അവരെല്ലാ പരിപാടിയൊക്കെ സെറ്റാക്കി നല്ല സൂപ്പറായിട്ട് ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഡിസംബർ ആകുമ്പോഴുള്ള സമയമാണ്. ഇപ്പോൾ രണ്ടുപേരും എബ്രോഡാണുള്ളത്. അവിടെ അവർ താമസിക്കുന്ന വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെടുത്ത ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോസ് അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ജോഹാൻ നമുക്ക് ഒന്നുകൂടെ എടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ നോർത്ത് ഞാൻ റെഡി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ആ സമയം ജോഹാൻ നിനക്ക് പുറത്ത് കറങ്ങാനൊന്നും പോകണ്ടേ, നമ്മളിപ്പോൾ വേറെ സ്ഥലത്ത് വന്നേക്കല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നോർത്ത് പക്ഷേ ഇതിപ്പോൾ ക്രിസ്മസ് അല്ലേ, പുറത്ത് അതിന് നല്ല തിരക്കായിരിക്കത്തില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ജോഹാൻ്റെ അടുത്ത് നിനക്ക് പുറത്ത് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജോഹാൻ ഇല്ല നിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറയുന്നുണ്ട്. നോർത്ത് അപ്പോൾ എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാം, പുറത്ത് ഫുള്ള് മഞ്ഞൊക്കെയാണ്, ഭയങ്കര തണുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ആ സമയം ഒരു കോളിംഗ് ബെൽ അടിക്കുന്ന ഇട്ടിട്ട് നോർത്ത് പോയി നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവർ ഓർഡർ ചെയ്ത ക്രിസ്മസ് ട്രീ ആയിരുന്നു. അങ്ങനെ പിന്നീട് നോർത്താണെങ്കിൽ അതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ജോഹാനാണെങ്കിൽ ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, നമുക്ക് ആരെങ്കിലും ചെയ്യാനായിട്ട് ഏൽപ്പിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നോർത്ത് ഇല്ല ഇത് എനിക്ക് തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജോഹാൻ മോനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജോഹാനാണെങ്കിൽ നോർത്തിന് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ കണ്ണടച്ച് ആ ഗിഫ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. നോർത്ത് അപ്പോൾ സ്വർണ്ണം വല്ലതും ആണോ അല്ലെങ്കിൽ പുതിയ വീഡിയോ ഗെയിം ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ജോഹാൻ അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് കണ്ണ് തുറന്ന് നോക്കാൻ പറയുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഈ പാവയ്ക്ക് എടുക്കുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, ആ ഒരു മെഷീനോടെ ജോഹൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോഴത്തേക്കും ഓർത്ത് ഇതെന്താ ഇങ്ങനെ, ഞാൻ വിചാരിച്ചു വല്ല ഗോൾഡ് വല്ലതും ആയിരിക്കും, എനിക്ക് നീ ഇതാണോ തരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജോഹനാണെങ്കിൽ നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നോർത്ത് ചിരിച്ചിട്ട് ചുമ്മാ ഇറങ്ങിയതാ, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അതിൻ്റെ തൊണ്ടായിരുന്ന മൊത്തം നമ്മുടെ നോർത്തിൻ്റെ ഇപ്പം ഇരിക്കുന്ന അവൻ ഇഷ്ടപ്പെട്ട ഒരു താറാവിൻ്റെ പാവയായിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു ആമയുടെ പാവ മാത്രം കിടപ്പുണ്ടായിരുന്നു. നോർത്തപ്പോൾ അക്കാര്യം പറയുമ്പോൾ ജോഹാനാണെങ്കിൽ അതൊരു പക്ഷേ ആ ആൾക്കാർ എടുത്തു മാറ്റാൻ മറന്നതായിരിക്കും, ഞാൻ വിളിച്ച് പറയാമെന്ന് പറയുമ്പോൾ നോർത്ത് അത് വേണ്ട അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോർത്ത് ആ മെഷീൻ യൂസ് ചെയ്ത് അതെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ ഫസ്റ്റ് ട്രൈ തന്നെ അവനെ പാവേനെ കിട്ടുന്നുണ്ട്. അങ്ങനെ നോർത്ത് ആമയുടെ ആ ഒരു പാവേനെ എടുത്തിട്ട് ജോഹാനെ കാണിച്ചു കൊടുത്തിട്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ജോഹാനാണെങ്കിൽ കാണാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ട്. നോർത്ത് അപ്പോൾ അങ്ങനെയൊന്നും പറയില്ല, ഇവനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ട് അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നോർത്താണെങ്കിൽ ജോഹാൻ്റെ അടുത്ത് അവന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതായത് ജോഹാൻ ഓൾറെഡി പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നോർത്ത് കുക്കീസ് ഉണ്ടാക്കാനുള്ള റെസിപ്പി ജോഹാന് പറഞ്ഞു കൊടുക്കും, ജോഹാൻ അത് ചെയ്യണം, അതാണിപ്പോൾ കാര്യം. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നോർത്താണെങ്കിൽ ജോഹാനെ ഭയങ്കര ക്യൂട്ടാക്കാനായിട്ട് തലയിലൊക്കെ ഒരു ബോയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ക്യാമറ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുക്കീസ് ഉണ്ടാക്കാനുള്ള ഓരോ സാധനങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ജോഹാൻ പറയുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പോലെ അത്രയ്ക്ക് വിലയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. അതൊക്കെ പതുക്കെയാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ നോർത്ത് കേൾക്കുന്നില്ല. അതിനുശേഷം കുക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുക്കീസ് റെഡി ആകുമ്പോൾ നോർത്ത് അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജോഹാൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ആ സമയം നോർത്ത് ജോഹാൻ്റെ അടുത്ത് ഞാൻ നിനക്ക് 3 ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ചാൻസ് തന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിൻ്റെ ആ 3 ആഗ്രഹങ്ങൾ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജോഹാനാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എൻ്റെ ആ 3 ആഗ്രഹങ്ങൾ ഞാൻ നിനക്ക് തരുന്നു, നീ തീരുമാനിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം നോർത്ത് അപ്പോൾ എനിക്ക് ഓൾറെഡി 3 ചാൻസ് ഉണ്ട്, നിൻ്റെ 3 എണ്ണം കൂടെ തരുമ്പോഴത്തേക്കും എനിക്ക് 6 ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാമല്ലേ, അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ പറയാനായിട്ട് തുടങ്ങാണ്. എൻ്റെ ഒന്നാമത്തെ ആഗ്രഹം എൻ്റെ ഫേവറേറ്റ് ഗെയിമിംഗ് കമ്പനി കുറേ ഗെയിം പ്രൊഡ്യൂസ് ചെയ്യണം, രണ്ടാമത്തെ ആഗ്രഹം ആ ഗെയിമെല്ലാം എനിക്ക് വാങ്ങണം, മൂന്നാമത്തെ ആഗ്രഹം വീണ്ടും വീണ്ടും ഗെയിം വാങ്ങിച്ചുകൊണ്ടിരിക്കണം, നാലാമത്തെ ആഗ്രഹം നീയും അമ്മയും ഞാനും ഒക്കെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, അഞ്ചാമത്തെ ആഗ്രഹം എനിക്ക് പിന്നെയും ഗെയിം വാങ്ങണം, ആറാമത്തെ ആഗ്രഹം എപ്പോഴും നിന്നോട് എനിക്ക് ഉണ്ടാവാനായിട്ട് പറ്റണം, പിന്നെ എപ്പോഴെങ്കിലും ഒരു ലോട്ടറി ഒക്കെ അടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ജോഹാൻ്റെ അടുത്ത് നിനക്ക് എൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജോഹാൻ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. നോർത്തപ്പോൾ പക്ഷേ എനിക്കുണ്ട്, ഞാൻ ഏതെങ്കിലും രീതിയിൽ ചേഞ്ച് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചേഞ്ചാണ് ഞാൻ വരുത്തേണ്ടത് എന്ന് നിന്നെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജോഹാൻ നീ ചേഞ്ച് ആവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്നുണ്ട്. നോർത്തപ്പോൾ എനിക്ക് എൻ്റെ മെച്യൂരിറ്റി കുറച്ചുകൂടെ വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം ഞാൻ എപ്പോഴും ഭയങ്കര തമാശയ്ക്ക് കളിച്ച് കിടക്കുകയാണ്, പിന്നെ നിൻ്റെ കാര്യത്തിലാണെങ്കിൽ നീ ഒന്നും ചേഞ്ച് ചെയ്യണ്ട, നീ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ എൻ്റെ പൊന്നുപോലെ നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് വീണ്ടും പരസ്പരം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കിനി എപ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കാം, ഈ വരാൻ പോകുന്ന ക്രിസ്മസും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം തന്നെ നമുക്ക് എപ്പോഴും ഒരുമിച്ച് തന്നെ സ്പെൻഡ് ചെയ്തു എപ്പോഴും ലൈഫ് ലോങ് കൂടെ ഉണ്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതും പറയുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.